നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ 2 ദിവസം നമ്മൾ കാണില്ലാന്ന് നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ലൂസ് ടോക്കിലെ കാര്യം അറിയിക്കുകയും ചെയ്തായിരുന്നു. പക്ഷേ ഇന്നലെ സ്റ്റോറികൾ തീരെ കുറവായിരുന്നല്ലോ. സാധാരണ ഓരോ ഞാൻ ഒന്ന് ഇന്നലെ ഒന്നാണ്. സാധാരണഗതിക്ക് ഞാൻ അവധിയാണെങ്കിലും വെച്ചിട്ടു കാരണം എൻ്റെ പ്രേക്ഷകർ എന്നെ കണ്ടില്ലെങ്കിൽ ആശങ്കപ്പെടുന്നവരാണ്, ഓരോരോട് വിളിക്കുകയും ആശങ്കപ്പെടുന്നവരാണ്. പക്ഷേ എൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ അവധിക്ക് ഞാനൊരു യാത്ര പോയി, വലിയൊരു യാത്ര. അത് നമ്മൾ പൊതുവേ യാത്ര ചെയ്യുന്നത് വണ്ടിയിൽ തന്നെയാണ്, കാറിൽ തന്നെയാണ്. എന്നുവെച്ചാൽ ഒരു സേഫ്റ്റി സൈഡ് ഉള്ളതുകൊണ്ട് നമ്മൾ മറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് പൊതുവെ ഒഴിവാക്കാൻ ശ്രമിക്കും. അപ്പം മിനിഞ്ഞാന്ന്, അതായത് ഞായറാഴ്ച വെളുപ്പിന് 3 മണിക്ക് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കാറ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്നു. ആ നേരെ പോകുന്നത് ഞങ്ങൾ 11 മണിയായപ്പോൾ നമ്മൾ കോഴിക്കോട് ചെന്നു. അത്ര സമയം മതി. അതായത് 2 കാരണങ്ങളാണ്. ഒന്ന്, വെളുപ്പിന് 3 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടാൽ MC റോഡ് വഴി പോയാൽ MC റോഡ് വഴി ആയൂര് എന്നിട്ട് പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ പോകും. അതായത് പത്തനാപുരം, റാന്നി, ആയൂരിന്ന് അഞ്ചൽ, പുനലൂർ വഴി, പുനലൂർ, പത്തനംതിട്ട, റാന്നി വഴി പൊൻകുന്നം, പാലാ കയറി മൂവാറ്റുപുഴ, തൊടുപുഴ, മൂവാറ്റുപുഴ, അങ്കമാലി എന്ന് മാത്രമല്ല, അവിടെ തൃശ്ശൂരിൽ നിന്ന് എടപ്പാൾ വരെ ഇപ്പം നല്ല വഴിയാണ്. ചെറിയ വഴിയാണ്, പക്ഷെ നന്നായിട്ട് ടാർ ചെയ്തിരിക്കുന്ന വഴിയാണ്. എടപ്പാൾ എന്നാൽ നമ്മൾ നേരെ കയറുന്നത് പുതിയ നാഷണൽ ഹൈവേയിലേക്കാണ്. കോഴിക്കോട് വരെ നല്ല പുതിയ ഹൈവേ ആണ്. ഒറ്റ പോക്കിന് പോകാൻ പറ്റും. ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോയി. അവിടെ UNA എന്ന് പറയുന്ന സംഘടന ഉണ്ടല്ലോ, നേഴ്സുമാരുടെ സംഘടന, ഒരു പേട്രൺ പോലെയാണ് ഞാൻ ആ സംഘടന. UNA, യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ, അവരുടെ ഒരു പേട്രൺ പോലെയാണ്. അവരുടെ ഒരു വാർഷിക ഏഞ്ചൽസ് നൈറ്റ് എന്ന് പറഞ്ഞ അവരുടെ ഒരു വാർഷികാഘോഷ പരിപാടിയായിരുന്നു. നേഴ്സുമാരുടെ ഒരു വലിയ പരിപാടിയായിരുന്നു. അവിടുത്തെ ഒരു വലിയ ഹാളിൽ വെച്ച, ഹാളിൻ്റെ പേര് ഞാൻ ഇപ്പോഴും മറന്നുപോയി. രാവിലെ കഴിഞ്ഞ വർഷം പറഞ്ഞു. അപ്പോൾ ആ ഹാളിൽ ആയിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ ചെന്നതുകൊണ്ട് എനിക്ക് അവിടെ 1-2 ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സ്ഥലത്തൊന്ന് പോയി. കോഴിക്കോട്. പിന്നെ നമ്മുടെ ഹോട്ടലുണ്ടല്ലോ പാരഗൺ, ബിരിയാണി കഴിച്ചേരി, അവിടുന്ന് ചോറുണ്ടാൻ പോയി. അപ്പോൾ പാരഗണിലെ സുമേഷ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഗസ്റ്റ് എല്ലാം ഇപ്പോൾ വിക്കിപീഡിയയുടെ ഫൗണ്ടറൊക്കെ ഇവിടെ വന്നാണ്. പിന്നെ സുനിത വില്യംസ് ഒക്കെ ഇവിടെ നിന്നാണ് ഭക്ഷണം അവിടുന്ന് കഴിക്കും. കാരണം അങ്ങനെ ഞാൻ പാരഗണിൽ പോയി. പാരഗണിൽ നിന്ന് ഭയങ്കര കച്ചവടമാണ് ഇപ്പോൾ അവർക്ക്, അവരാണല്ലോ ഏറ്റവും. പക്ഷെ അവിടുത്തെ ഒരു സമ്മതിക്കണം കേട്ടോ, ഒരു 1.5-2 മണിക്കൂർ ക്യൂ നിന്നാൽ അവിടുന്ന് ഭക്ഷണം കിട്ടും. നമ്മളെ പേര് വിളിക്കും. പക്ഷേ നമുക്ക് പരിചയമുള്ളത് കാരണം സുമേഷ് നേരെ വളഞ്ഞ അടുക്കളയിൽ കൂടെ കയറ്റിക്കൊണ്ടുപോയി. ഈ പാരഗണിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും സംവിധായകൻ അരവിന്ദൻ കോഴിക്കോട് ജോലി കാലത്ത് താമസിക്കുന്ന പാരഗൺ ലോഡ്ജിലായിരുന്നു. അതാണ് പിന്നീട് പിതാവ് തുടങ്ങിയത്. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് പരിപാടിയിൽ പങ്കെടുത്തു. ജോയ് മാത്യു ആയിരുന്നു നടൻ. ജോയ് മാത്യു ഉദ്ഘാടനമായിരുന്നു. ഞാനായിരുന്നു പ്രഭാഷകൻ. 10-15 മിനിറ്റ് സംസാരിച്ചുള്ളൂ. പിള്ളേരുടെ ഒരു വൈബ്, കുഴപ്പമില്ല. ജോയ് മാത്യു ഹാപ്പി ആയിരുന്നു. എനിക്ക് അതിലേറ്റവും സന്തോഷം തോന്നിയത്, ഞാൻ നമ്മുടെ ഡോക്ടർ MK മുനീറിനെ കാണാൻ പറഞ്ഞിരുന്നല്ലോ, കാണണമെന്ന് പറഞ്ഞു. മുനീർ സാഹിബ് ഇതുപോലെ സ്വാത്വികനായ ഒരു മനുഷ്യൻ കേരള വയ്യാതിരിക്കുവാണല്ലോ. കാലിന് 2-നും അദ്ദേഹത്തിന് ഇപ്പോഴും നടക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതിന് 2-നും ഓപ്പറേഷനൊക്കെ നടത്തിയിട്ടിരിക്കുകയാണ്. കുറേ നേരം സംസാരിച്ചു, രാഷ്ട്രീയമൊക്കെ സംസാരിച്ചു. അതും കഴിഞ്ഞ് കണ്ണൂർ ചില ബന്ധുവീടുകൾ കാണണമായിരുന്നു. എൻ്റെ ഭാര്യ ഇവിടെ അവിടെ ആണ്, അമ്മായിപ്പനും അമ്മായിയമ്മയും അവിടെ ഉണ്ട്. അവിടെ പോയി. അത് ടൗണിലാണോ അതോ ഉൾപ്രദേശം? ഇരിക്കൂറിൻ്റെ അകത്ത് ചെമ്പേരിയിലാണ് മുഴുവൻ കൂടി. എൻ്റെ അവിടെ എല്ലാം ബന്ധുക്കളുണ്ട്. അവിടെ എല്ലാം പോയിട്ട് ഇന്നലെ വൈകുന്നേരമാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇന്ന് രാവിലെ 3-4 മണിയായപ്പോഴാണ് ഞാൻ കടന്ന യാത്ര. എന്നെ കൊണ്ട് പറ്റില്ല, 3:30 എത്തി. ഇന്ന് അതുകൊണ്ട് ഇച്ചിരി വൈകിയാണ് എൻ്റെ വീഡിയോകൾ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഒരു ഉറക്കക്ഷീണം മാറിയിട്ടില്ല. കാരണം 3 ദിവസത്തെ യാത്രയുടെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു, മാറിയിട്ടില്ല. അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞതിൻ്റെതാണ് തടസ്സം വന്നത്. ഇന്ന് പിന്നെ വേറെ ചില സംഭവങ്ങളുള്ളത്. നമ്മുടെ ഷാഫി പറമ്പിൽ MP-ക്ക് ഇന്ന് ചെറിയ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അവിടെ നേരത്തെ ഒരു റോഡ് തടയൽ സമരവുമായി ബന്ധപ്പെട്ട് നടത്തി കോടതി സമൻസിന് മറുപടി എടുക്കാത്തതുകൊണ്ട് 1000 രൂപ പിഴ ഇന്ന് കോടതി പിരിയുന്നത് വരെയുള്ള ശിക്ഷ. അപ്പീലൊന്നും പോകത്തില്ലായിരിക്കും കരുതാം, അക്സെപ്റ്റ് ചെയ്യാൻ നല്ലത്. പക്ഷെ അത് കോടതി, ഇതിനകത്ത് ഇവരൊക്കെ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കെതിരെ പോലീസ് എടുക്കുന്നത് കള്ളക്കേസാണെന്ന് കരുതുക. കള്ളക്കേസാണെങ്കിലും കോടതി ഇപ്പോൾ തെളിയിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. കോടതി നമ്മൾ അനുസരിക്കാൻ അവഗണിച്ചാൽ പണി കിട്ടും. നമ്മളിന് എന്ത് ജനപ്രതിനിധി എന്ന് പറഞ്ഞാലേ കോടതിയാണല്ലോ. കോടതിയാണ്. ഞാൻ പറഞ്ഞത് എത്രയോ കേസുകളിൽ നമ്മൾ എത്ര കേസ്, ഇവരൊക്കെ അപേക്ഷിച്ച് എത്ര ഇരട്ടി കേസുണ്ട്, എത്ര കേസുകളുണ്ട്. പക്ഷേ നമ്മളത് നടത്തിയേ മതിയാവും. അടുത്ത വാർത്ത, പ്രധാനപ്പെട്ടുള്ള കാര്യം എന്താണ്? അടുത്തായിട്ടുള്ള ആൻമരിയ സിനിമാ നടി റിനി ആൻഡ് ജോർജ്. അത് വളരെ വിചിത്രമായൊരു സാഹചര്യമാണ്. അതായത് റിനി ആൻഡ് ജോർജ് ആണ് ഈ വിഷയം ആദ്യമായിട്ട് പുറത്ത് കൊണ്ടുവരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് അവർ ഈ രാഹുലിനെ കേസെടുത്തപ്പോഴും അറസ്റ്റ് ചെയ്തപ്പോഴും ഇതിൻ്റെ അകത്ത് ഇരകളുടെ ശബ്ദം പുറത്തു വന്നപ്പോഴും ജയിലിൽ അടച്ചപ്പോഴും ഒക്കെ
ഇവർ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും വസ്ത്രധാരണത്തിൽ മാറ്റം അവര് പലതരത്തിൽ പ്രതീകാത്മകമായ പല പ്രതികരണം നടത്തിയിരുന്നു. പക്ഷെ പെട്ടെന്ന് ആദ്യമേ, കാരണം ഇവർക്കെതിരെ ഒന്നും പറയാൻ പറ്റില്ല, കേസെടുക്കും, ഉറപ്പാണല്ലോ. അതോടെ സോഷ്യൽ മീഡിയയിൽ ആക്രമിച്ചവർക്കെതിരെ കേസ് കൊടുത്തു. ഈ ഇരിക്കുമ്പോഴാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇവരുടെ പേര് പറയാതെ ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനോട് ടെലിഗ്രാമിൽ ചാറ്റ് നടത്തിയതിനെ കുറിച്ച് വിശദാംശം വരുന്നത്. ഇത് വലിയ തോതിൽ രാഹുലിന്റെ ആരാധകർ ഏറ്റുപിടിക്കുന്നു, വലിയ വിവാദമാകുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് അതിന് വിശദീകരണം കൊടുക്കാൻ കഴിയാതെ കൈ ഒഴിഞ്ഞു പോയി. അവർ പറഞ്ഞു ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഉടൻ ഫെനി നൈനൻ അവനാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള രാഹുലിന്റെ ഏറ്റവും വിശ്വസ്തനായ, കൈവിടാതെ കൂട്ടുനിൽക്കുക. ഫെനി വിശദീകരണം, അതായത് ഇവള് പറഞ്ഞിരിക്കുന്നത്, റിനി പറഞ്ഞിരിക്കുന്നത്, ഇതുവരെ ഞാൻ ആരുടെയും ഒരു പരാതിക്കാരെ ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ മൂന്നാമത്തെ പരാതിക്കാരി ഫെനിയെ അപ്രോച്ച് ചെയ്ത കഥ, അല്ല ഈ റിനി അപ്രോച്ച് ചെയ്ത കഥ, എല്ലാം റിനിയും ഫെനിയൊക്കെ ആയതുകൊണ്ട് ഈ പറയൂന്ന് പറഞ്ഞാൽ രംഗത്ത് വന്നിരിക്കുന്നു. അപ്പം എന്തായാലും ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന തരത്തിലേക്ക് ഇപ്പോൾ തന്നെ ചർച്ചകൾ പോകുന്നു എന്നതിന് തെളിവായി മാറുകയാണ് ഈ സംഭവം. ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കേസ് ഇപ്പോഴും പരിഗണനയിലാണല്ലോ, ജാമ്യം നാളെയാന്ന് തോന്നുന്നു പരിഗണിക്കുന്നത്, 28. മറ്റൊരു കാര്യം, ഷിംജിതയുടെ ജാമ്യാപേക്ഷ നിഷേധിച്ചു. ഷിംജിത ജയിലിൽ തന്നെ കഴിയേണ്ടി വരും കുറച്ചാളും കൂടെ. എനിക്ക് ഷിംജിത കാണിച്ച അങ്ങേയറ്റത്തെ വൃത്തികേടാണ്. ഷിംജിത ജയിലിലാവേണ്ടവൾ തന്നെയാണ്. എന്നാലും അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു കുറ്റകൃത്യം അല്ല, ശിക്ഷ കൊടുക്കണം. അവരിനി പണി ചെയ്യരുത്. പക്ഷെ എല്ലാവർക്കും ഒരു മാതൃക. ചർച്ചയിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയ ഒരാൾ ഫോൺ ചെയ്ത് ആളുകളൊക്കെ പറയും, പക്ഷെ അത് തെറ്റാണ്. ഷിംജിത ജയിലിൽ കിടക്കേണ്ട ആളാണ്. പക്ഷേ ഇതിനേക്കാൾ വലിയ ക്രിമിനലുകൾ പുറത്ത് നടക്കുന്നുണ്ട്. നല്ല ഭംഗിയായി നടക്കുന്നുണ്ട്. പിന്നെ ഇതേ പണി ചെയ്ത് ഒരുപാട് പേര് പ്രതികളാവാതെ നടപ്പുണ്ട്. മരണം നടന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. എനിവേ ഷിംജിത എന്തായാലും കുറച്ചുകൂടി ജയിലിൽ കിടക്കട്ടെ എന്നുള്ളതാണ് കോടതിയുടെ തീരുമാനം. ആയിക്കോട്ടെ, നമുക്ക് ഉചിതമായി സമീപിക്കാം. ഉചിതമായിരിക്കുന്ന പരിപാടി അതാണ്. നമുക്ക് വളരെ ഈ ദിവസങ്ങളിൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 12 ദിവസം നമ്മൾ ഇല്ലായിരുന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ കഴിയാതെ പോയത് വിഷയമായിരുന്നു NSSന്റെ നിലപാട് മാറ്റം. NSSന്റെ നിലപാട് മാറ്റത്തെ നമ്മൾ കാണുമ്പോൾ ആദ്യം കാണുന്നത് NSS എന്തുകൊണ്ട് ഇങ്ങനെ നിലപാടെടുത്തു എന്നുള്ളതാണ്. പെട്ടെന്നാണ് തീരുമാനം മാറി മറിയുന്നത്. ഈ നായർ ഈഴവ ഐക്യം നല്ലതാണ്, നമ്മൾ ആദ്യം എടുത്ത സ്റ്റാൻഡ്. അതെ, അത് ഹിന്ദു സമൂഹത്തിന് ഗുണം ചെയ്യും. ഈ രണ്ട് സമുദായങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ കേരളത്തിൽ വലിയ അത്ഭുതം സൃഷ്ടിക്കും. വാസ്തവത്തിൽ ഹിന്ദു സമുദായം അവഗണിക്കപ്പെടുന്നതും ഹിന്ദു സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ പോകുന്നതിന്റെ ഒക്കെ കാരണം ഈ ഐക്യമില്ലായ്മയാണ് ആണല്ലോ. യഥാർത്ഥത്തിൽ ഈ രണ്ട് സമുദായം മാത്രമല്ല, ദളിത് സമൂഹം കൂടെ ഒരുമിച്ച് ഹിന്ദു എന്ന ലേബലിൽ ഹിന്ദുവാണ്, ഇവരെല്ലാം ഹിന്ദുവാണ്, ഇവരെല്ലാം ആരാധിക്കുന്ന ഒരേ ദൈവങ്ങളെ. അവർക്ക് അവരുടേതായ സവിശേഷമായ ഇഷ്ടക്കൂടുതൽ ഒരു ദൈവത്തോടുണ്ടാവാം. അതെ, അതിപ്പോ പലപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം എനിക്ക് പഴപ്പൽ 7 വരായിട്ടുള്ള കൂടുതൽ ശിവൻ അങ്ങനെയൊക്കെയുള്ള കൂടുതലും കൃഷ്ണന്റെ അങ്ങനെ ആ രീതിയിൽ കണ്ടിട്ടുണ്ട്. ജാതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ മലബാറില്, പ്രത്യേകിച്ച് കണ്ണൂരില്, അവർക്ക് മുത്തപ്പനോടാണ് കൂടുതൽ ഇഷ്ടം. അവർ തെയ്യങ്ങള് മുത്തപ്പനാണ് അവരുടെ ഇഷ്ടം. പക്ഷെ നമുക്കിവിടെ മുത്തപ്പൻ ഇല്ല. മുത്തപ്പനോട് നമുക്ക് അനിഷ്ടമൊന്നുമില്ല. നമുക്കത് അറിയില്ല. നമ്മുടെ ഓഫീസിൽ മുത്തപ്പന്റെ പടം ഉണ്ട്, അറിയാമല്ലോ, ഫ്രണ്ട് വെച്ചിട്ടുണ്ട്. ആ മുത്തപ്പൻ ഒരു കണ്ണൂരിന്റെ ഒരു പ്രതീകമാണ്, ഒരു വടക്കൻ മലബാറിന്റെ ദൈവം. ഇത്തരത്തിൽ മാറ്റം അയ്യപ്പനോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ള ആളുകൾ, അത് എല്ലാ വിഭാഗക്കാരും ഉണ്ടെങ്കിലും കേരളത്തിലാണ് അതിന് കൂടുതൽ. തെക്കൻ ജില്ല ഇത്തരത്തിൽ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഇവരെല്ലാം ആരാധിക്കുന്നത് ഒരേ ദൈവങ്ങളെയാണ്. ദേവിയും ദേവനും, ഇപ്പം ദുർഗാദേവി ആയിക്കോട്ടെ, ശിവനായിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, അയ്യപ്പനായിക്കോട്ടെ, അത് എല്ലാവരും ദളിതന്റെയും ഈഴവന്റെയും നായരുടെയും ഒക്കെ ദൈവം തന്നെയാണ്, നമ്പൂതിരിയുടെയും ഒക്കെ ദൈവം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഹിന്ദു ഐക്യം എന്ന് പറയുന്നത് ആവശ്യമാണ്. അതിനുള്ളൊരു തുടക്കം എന്നതിൽ അഭിനന്ദനമാണ്. ആദ്യം നായർ ഈഴവർ ഒന്നിക്കുകയാണെങ്കിൽ പിന്നീട് മറ്റു ദളിത് വിഭാഗങ്ങൾ എല്ലാവരും കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വ്യക്തിപരമായ ചില അജണ്ടകളുടെ പുറത്തുണ്ടായ ഒരു സംയോജനമായി പോയി. അത് എങ്ങനെയാണ് ഒന്നിക്കേണ്ടത്, അടിസ്ഥാനപരമായി നമ്മൾ തമ്മിലുള്ള ഭിന്നത എന്താണ് എന്ന് മനസ്സിലാക്കാതെ അത് പറഞ്ഞു തീർത്തിട്ട്. അപ്പൊ ഉദാഹരണത്തിന് ഈഴവനും നായരും തമ്മിൽ ഐക്യപ്പെട്ടാൽ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടത് വിവാഹമാണ്. തിരുവനന്തപുരം ജില്ലയിൽ, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലൊക്കെ തന്നെ ഈ രണ്ട് സമുദായങ്ങളിൽപ്പെട്ടവർ തമ്മിൽ വിവാഹം കഴിക്കുമോ, പ്രപ്പോസൽ ഒന്ന് വിവാഹം കഴിക്കുമെന്ന് വെച്ചാൽ അത് ഇല്ലാന്ന് നടക്കത്തില്ല. അത് ഇത് നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത ഈ സമുദായത്തിൽ മാത്രമല്ല. ഇപ്പം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കിടയിൽ ഞങ്ങളെ ഒരേ നസ്രാണി പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ് ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും മാർത്തോമ്മക്കാരും ഞങ്ങൾ സീറോ മലബാറുകാരും. പക്ഷെ ഞങ്ങൾക്ക്
ഞങ്ങളുടെ സമുദായത്തിന്റെ അപ്പുറത്തേക്ക് കല്യാണം കഴിക്കാൻ മടിയാ. പറ്റുമെങ്കിൽ പറ്റും, യാക്കോക്കാരെ, പക്ഷെ ഓർത്തഡോക്സരെ പറ്റൂല. അല്ല, അവരിങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് മാറ്റാൻ പറ്റുമോ? അത് പറ്റും. അതിപ്പോ ഹിന്ദുവിനെ പോലും പറ്റും. മാറ്റാം. അതായത് ഇപ്പം ഞാൻ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി കല്യാണം കഴിക്കുന്ന ഒരു ഹിന്ദുവിനെയോ മുസ്ലിമിനെയാണ്, അവർക്ക് മതം മാറണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പള്ളി വെച്ച് കല്യാണം നടത്താം. അവരെഴുതി കൊടുക്കണം, ഞങ്ങളുടെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന കുഞ്ഞിനെ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തിക്കോളാമെന്ന് എഴുതി കൊടുത്താൽ ഈ അവർ മതം മാറണം നിർബന്ധമില്ല. അതൊരു ഒരു കൺസെപ്റ്റാണ്. പക്ഷെ പൊതുവെ മതം മാറ്റിയേ കല്യാണം കഴിക്കാറുള്ളൂ. അതാണ് രീതി. അപ്പം ഈ ഒരു ബന്ധം, വിവാഹബന്ധം സാധ്യമല്ലെങ്കിൽ പിന്നെ എന്താണ് ഐക്യം? കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു. അതെ, പിന്നെ എന്താണ് ഐക്യം? അപ്പം ഇതൊരു പ്രശ്നമാവുന്നു. പക്ഷെ ഞാനിവിടെ സുകുമാരൻ നായരുടെ ഇവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം, സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള വ്യത്യാസം, വെള്ളാപ്പള്ളിക്ക് തീരുമാനം സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കാം. വെള്ളാപ്പള്ളി പറയുന്നത് തന്നെ SNDP ഹൈജാക്ക് ചെയ്ത് വെള്ളാപ്പള്ളി. പക്ഷേ സുകുമാരൻ നായർക്ക് അങ്ങനെ പറ്റത്തില്ല. ഡയറക്ടർ ബോർഡ് ഇതിന് ഒരു പ്രാധാന്യമുണ്ട്. കിറ്റക് സാബുവിൻ്റെ കാര്യം എടുക്കുക. സാബുവിന് അങ്ങനെയാണ്. ഈ മറ്റേ വെള്ളാപ്പള്ളിയുടെ കാര്യം പറഞ്ഞോളാണ്. സാബുവിന് 2020 തീരുമാനം എടുക്കും. ഒരു ഡയറക്ടർ ബോർഡോട് പറയുന്ന കാര്യമില്ല. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ഏഷ്യാനെറ്റ് ചർച്ചയിലാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പണ്ടൊക്കെ അവരൊക്കെ SNDP തുടക്കകാലത്ത് ഭാരവാഹികൾ, അന്ന് വന്ന കാലത്ത്, അന്ന് MK രാഘവനൊക്കെ ഭാരവാഹികളായിരുന്ന സമയത്ത് രാവിലെ മീറ്റിംഗ് തുടങ്ങിയാൽ രാത്രി ആരും തീരില്ല. കാരണം ചർച്ചയാണ്. ഇപ്പം വെള്ളാപ്പള്ളി വന്നതിന് ശേഷം എളുപ്പമാണ്. ചേർത്തല യോഗം കൂടുന്നു, ഉച്ചയ്ക്ക് മുന്നേ ഒരു 10 മണിക്ക് ഉച്ചയ്ക്ക് മുമ്പ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. കാരണം വെള്ളാപ്പള്ളി പറയുന്നു ശരി, അംഗീകരിച്ചു, അങ്ങനെയുള്ളവരെ വെക്കുള്ളൂ, അല്ലാത്തവരെ പിരിച്ചുവിടും. അല്ലാത്ത യൂണിയനുകൾ പിരിച്ചുവിടും. ഇനി ഇവിടുത്തെ വോട്ടിംഗ് ഞാൻ അത്ഭുതപ്പെട്ടു. ആളുകൾക്ക് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പം ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് പത്മശ്രീയുടെ കാര്യമൊക്കെ അഭിപ്രായം പറഞ്ഞപ്പോൾ കുറേ ആളുകൾ ഈഴവ വിരോധി എന്നൊക്കെ ഞാൻ ചേർത്ത് വിളിക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ പറയുന്ന ഒരു പോയിന്റ്, ഇത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടതാണല്ലോ വെള്ളാപ്പള്ളി എന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇതാണ് ജനാധിപത്യം. അതായത് 200 പേർക്ക് ഒരു വോട്ടാണ്. 200 പേർക്ക് ഒരു വോട്ട്. അത് കൃത്യമായി പശ്ചാത്തലം അറിയാം. ഒരു 200, അതായത് നിങ്ങൾ വന്ന നിങ്ങളുടെ ഒരു ശാഖ ഉണ്ടാവും. നിങ്ങളുടെ എത്ര ആളുകൾ കാണും? ഇത്ര കൂടി 1000 പേര് കാണുമായിരിക്കും. അത്ര കാണും. നമ്മൾ വലുതാണ്, ഞങ്ങളതൊരു വലിയ ശാഖയാണ്. അപ്പോൾ 5 വോട്ടർമാർ കാണും. അപ്പം ഞങ്ങളുടെയൊക്കെ ശാഖ ഒരു വോട്ടേ ഉള്ളൂ. കാരണം 200-ൽ താഴെയാണ് ഞങ്ങളുടെ ഒരു ശാഖ. അപ്പോൾ 200 പേര് വരെ ഉള്ള ശാഖയ്ക്ക് ഒരു വോട്ട്. ഈ വോട്ടറെ, ഈ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് യൂണിയനെ തിരഞ്ഞെടുക്കുന്നത് വെള്ളാപ്പള്ളിയാണ്. അപ്പോൾ യൂണിയൻ ഈ വന്ന് പ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളാരും അറിയത്തില്ല. അയാൾക്ക് ഇഷ്ടമുള്ള അത് അവരോടൊപ്പം നിൽക്കും. ഈ രീതിയിലാണ് അവർ വോട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ പോകുന്ന പ്രതിനിധി ആരാണ്? ഇപ്പം ഞങ്ങളുടെ യൂണിയന്, ഞങ്ങളുടെ ശാഖയിൽ നിന്ന് പോകുന്ന പ്രതിനിധി പോലും, വോട്ടർ പോലും വെള്ളാപ്പള്ളി പറയുന്നവർ വോട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് വോട്ടെന്ന് പറയുന്നതിൽ ഒരു 90% വെള്ളാപ്പള്ളി. വരത്തില്ല. ആദ്യം അങ്ങനെയുള്ള പിടിച്ചെടുത്തത് ഗോപിനാഥ് എനിക്ക് നൽകി, അത് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം പിടിച്ചെടുത്ത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. എടുത്തിട്ട് അടിച്ചിട്ടാണ് തകർത്തിയ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ്. എന്തും തീരുമാനിക്കുക, എന്തും പറയാം. സുകുമാരൻ നായർക്ക് നടക്കൂല, പറ്റത്തില്ല. അപ്പോൾ സുകുമാരൻ നായർക്ക് ഈ വിവാഹ വിഷയം ചർച്ചയായത് ഒരുപക്ഷെ നായന്മാരുടെ കുരുപൊട്ടിച്ചു കാണും. അത് ഡയറക്ടർ ബോർഡിൽ അത് വിഷയമായി കാണും. ഇതാണ് വിഷയം. അല്ലാതെ ഈ പലരും പറയുന്ന മാതിരി സുകുമാരൻ നായർ വെള്ളാപ്പള്ളിക്ക് മാത്രം അതൊന്നും സുകുമാരൻ നായരെ ബാധിക്കുന്ന കാര്യമല്ല. സുകുമാരൻ നായർക്ക് അത് ഇഷ്ടമായിരിക്കും. പക്ഷേ ഈ പത്മ അവാർഡ് പ്രഖ്യാപിക്കുന്ന അതിൻ്റെ അന്ന് തന്നെയായിരുന്നു ഡയറക്ടർ ബോർഡ്. അവരാരും അറിഞ്ഞിട്ടില്ല. ഡയറക്ടർ ബോർഡ് തീരുമാനം എടുക്കുമ്പോൾ ഈ പത്മ അറിഞ്ഞിട്ടേ വൈകുന്നേരത്താണ് പത്മ പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിക്കുമ്പോഴേ ആളുകൾക്ക് പോലും അറിയത്തുള്ളൂ, ആരോടും പറയുന്നില്ല. അപ്പം അത്തരം പശ്ചാത്തലത്തിൽ അതല്ല കാരണം. നേരെ മറിച്ച് നായർ ഈഴവ ഐക്യം എന്ന് പറയുന്നത് ഒരു ഒരു സ്വപ്നം മാത്രമാണ്. അത് സാധ്യമല്ല. മന്നോ ശങ്കറും പോലെ മഹാരഥന്മാരെ വിചാരിച്ചിട്ട് നടന്നില്ല. അന്ന് മന്നം പത്രാധിപർ സുകുമാരൻ്റെ എന്തെല്ലാം പറയുമായിരുന്നു. നേരിട്ട് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും. അതെ. അപ്പോൾ ഈ അതേസമയം മന്നം ഗുരുദേവനായിട്ട് വളരെ നല്ല ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. വളരെ അല്ല, അദ്ദേഹം SNDP അംഗമായിരുന്നു. അതിരുന്നു പന്തി ഭോജനം നടത്തിയിരുന്ന ആളാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ ടോൺ മാറ്റം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇത് പൊഴിഞ്ഞുപോയി. ഇത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിതിനെ കാണുന്നത് അങ്ങനെയല്ല. അയ്യപ്പ കോപം എന്ന് വെച്ചാൽ ഇത് നായരും ഈഴവരും ഒരുമിച്ച് ചേർന്നാൽ അയ്യപ്പൻ കോപിക്കുമല്ല, അതിനകത്തൊരു പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു ഇന്റൻഷൻ നായർ ഈഴവ ഐക്യമല്ല, നേരെ മറിച്ച് അതിന് പിന്നെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. ഈ പൊളിറ്റിക്കൽ അജണ്ട പിണറായിയുടെ ആസൂത്രണത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്.
പിണറായിക്ക് ചില കൃത്യമായ പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായി വെള്ളാപ്പള്ളിക്കൊപ്പം സുകുമാരൻ നായർ നിൽക്കുകയാണ് ചെയ്തത്. ഇത് വന്നതോടെ സുകുമാരൻ നായർക്കുണ്ടായ ക്ഷീണം എന്ന് പറഞ്ഞ ചില്ലറയല്ല. ഇതുവരെ സർവാദരണീയനായിരുന്ന സുകുമാരൻ നായർ വല്ലാത്ത പെട്ടുപോയ അവസ്ഥയിലായിപ്പോയി. അത് എന്താണ്? ഞാൻ ഇതിൻ്റെ ഒരു പാറ്റേൺ, എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു വളരെ കൃത്യമായിട്ട്. ഇതിൻ്റെ ഒരു പാറ്റേൺ, ഈ അയ്യപ്പ കോപം എന്ന് പറയുമ്പോൾ പലരൊക്കെ പറയും അയ്യപ്പനെ കോപിക്കാതിരിക്കുകയാണെന്ന് ചോദിക്കും. അത് സത്യമാണ്, സത്യമാണ്. യഥാർത്ഥത്തിൽ അത് കലിയുഗവരതനാണ് എന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കലിയുഗത്തിലെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വന്ന ആളാണ്. കലിയുഗത്തിലെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പാറ്റേൺ നോക്കുമ്പോൾ, ഞാനിത് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു, പാറ്റേൺ നോക്കുമ്പോൾ ഈ നിരീശ്വരവാദികളോട് അയ്യപ്പന് വലിയ കുഴപ്പമില്ല. അവരവർക്ക് പോയിക്കോളൂ, വേറെ ഇവിടെ തലയിടാൻ വരില്ല, തലയിടാൻ വരുന്നില്ല. പക്ഷെ കപട വിശ്വാസികൾ അയ്യപ്പൻ വെറുതെ വിടത്തില്ല. നമ്മുടെ സുഹൃത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ജയിലിലായത് അയ്യപ്പ കൊണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് കഴിഞ്ഞ് നേരെ അങ്ങ് ശബരിമല ദർശനം നടത്താൻ അയ്യപ്പനെ പറ്റിക്കാൻ പോയി. ഈ പെണ്ണുകാസപ്പെട്ടിട്ട് അയ്യപ്പന് മുമ്പ് അത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അതാണ് അയ്യപ്പനെ പറ്റിക്കാൻ പോയി. ഇതിപ്പം പത്മകുമാർ ആണെങ്കിലും വാസു ആണെങ്കിലും ശങ്കർദാസ് ആണെങ്കിലും ഈ പറയുന്ന ആളുകളെല്ലാം ഈ കാരാഗ്രഹവാസം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജാതകത്തിലുണ്ടെങ്കിലേ അത് അതിന്റെ പ്രവൃത്തി വരെ ചെയ്യും, കൃത്യമാകത്താകുകയും ചെയ്യുമല്ലോ. അപ്പൊ ഇത് വളരെ ഗൗരവത്തോടെ അകത്തായി പോയില്ലേ രാഹുൽ ഈശ്വർ. അത് രാഹുൽ ഈശ്വറിന് വലിയ ജനപിന്തുണയുണ്ട്, പുരുഷാവകാശ പ്രവർത്തനങ്ങളുണ്ട്, അയ്യപ്പ ആക്ടിവിസ്റ്റ് നില. പക്ഷെ ഇപ്പൊ പോലും രാഹുൽ ഈശ്വരൻ നിലപാടിന്റെ അകത്ത് പലപ്പോഴും ഒരു കാപട്യം, ഈ കാപട്യം അയ്യപ്പന് ഇഷ്ടമല്ല. ഞാൻ അതിൻ്റെ മറ്റൊരു ഭാഗം കൂടെ പറയാം. ഒരുപക്ഷെ ഇത്രയേറെ സമ്മർദ്ദം ഉണ്ടായിട്ടും അയ്യപ്പൻ എന്നെ തൊടാതിരിക്കുന്നത്, ഇവരെന്നെ തൊടാതിരിക്കുന്നത് അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാവാം. സാധ്യതയുണ്ട്. കാരണം കള്ളത്തരം അയ്യപ്പന് താല്പര്യം. ഈ ഞാൻ പറഞ്ഞത് നമ്മളിതിനെ കാണുമ്പോൾ ആ അർത്ഥത്തിൽ കാണേണ്ടതുണ്ട് എന്നാണ്. നമ്മുടെ ദൈവങ്ങളൊക്കെ തന്നെ കള്ളത്തരം കാണിക്കുന്നവരെ പൊക്കുന്നവർ തന്നെയാണ്. വ്യാജന്മാരെ ഇഷ്ടമല്ല. ശ്രീകൃഷ്ണൻ തന്നെ സ്വന്തം അമ്മാവനെയാണ് റെഡിയാക്കിയത് കംസനെ. അയാൾ മോശക്കാരനായിരുന്നുകൊണ്ടാണല്ലോ എല്ലാ ദൈവങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ പ്രസക്തമാണ്. എന്തായാലും സുകുമാരൻ നായർ വളരെ ബുദ്ധിപരമായി മാറേണ്ട സമയത്ത് മാറിയത് ബുദ്ധിപൂർവ്വമാണ്. കാരണം മാത്രമല്ല സുകുമാരൻ നായർ എല്ലാ കാര്യത്തിലും വെള്ളപ്പള്ളി പോലെ കുറച്ചുകൂടെ ഒരു ലെജിബിളായിട്ടുള്ള ഒരു നിലപാട് പലപ്പോഴും സ്വീകരിക്കാറ്. അതൊരു സത്യമാണ്. ഇപ്പം ഇക്കുറി അദ്ദേഹത്തിന് എന്തോ എവിടെയാണ് പണി പാളുന്നത്? ഈ അയ്യപ്പനെ പറ്റിക്കാൻ വേണ്ടി പിണറായി വിജയൻ തുടങ്ങിയ അയ്യപ്പ സംഗമം അതിനെ എൻഡോഴ്സ് ചെയ്തെടുത്താണ് ഈ മാറ്റം വരുന്നത്. എന്തുകൊണ്ടാണ് ചെയ്ത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതിന്റെ തുടർച്ചയായിട്ടാണ് സുകുമാരൻ നായർക്ക് ഉണ്ടായിരിക്കുന്ന ഈ തിരിച്ചടി മുഴുവൻ. മാത്രം അന്ന് ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഉണ്ടായപ്പോൾ അതിന് നേതൃത്വം കൊടുത്താലും സുപ്രീം കോടതി പോയ ആളും സുകുമാരൻ നായരാണ്. അങ്ങനത്തെ ഒരു ശക്തമായ നിലപാടുള്ള ആളായിരുന്നു. അതെ, നിലപാടൊന്നും ഉണ്ടായിരുന്ന പുള്ളിക്ക് മാത്രമായിരുന്നു, പന്തളം കൊട്ടായിരുന്നു. അതെ. അപ്പൊ ഈ ഒരു മാറ്റം, ഈ ഒരു അപകടകരമായ സാഹചര്യം തിരിച്ചറിഞ്ഞ് എന്തായാലും സുകുമാരൻ നായർ പിന്മാറി എന്നുള്ളതാണ് ഞാൻ കാരണം സുകുമാരൻ നായർ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ സതീശിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലോ എന്ന് വരെ പറഞ്ഞു. സതീശിനെതിരെ ഉറഞ്ഞതുള്ളിയ സുകുമാരൻ നായർ ഞാൻ സതീശിനെതിരൊന്നും പറഞ്ഞിട്ടില്ല. സതീശന്റെ വ്യക്തിപരമായ അധിക്ഷേപം പറഞ്ഞിട്ടുമില്ല. ഇല്ല. അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. എന്തായാലും സുകുമാരൻ നായരുടെ ഒരു തിരിച്ചറിവ് അതാണ് ഇതിനെ കാണുന്നത്. ഒരുപക്ഷെ അദ്ദേഹം കൂടുതൽ അങ്ങനെ ചർച്ച നടത്തിയപ്പോൾ അവരതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തും കൂടെ കാണുമായിരിക്കും. ഇത് സാധ്യതകൾ, അപകട സാധ്യതകളൊക്കെ തന്നെ അറിയത്തില്ല. എന്താണ് സുകുമാരൻ നായർ എടുത്തിയാടി എന്തെങ്കിലും ചെയ്യുന്ന ആളല്ല. അദ്ദേഹം വളരെ ചെയ്യുന്ന ഒരാളാണ്. ഇക്കുറി അദ്ദേഹത്തിന് അത് പറ്റിയിരിക്കുന്നു. എന്തായാലും ആ ഒരു വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. ഏറ്റവും സുപ്രധാനമായ വിഷയം പത്മ പുരസ്കാരം പറയും. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. മകള് വിളിച്ച് വന്നപ്പോൾ ഞാൻ ഈ കഥ അറിയുന്നപ്പോൾ ഇങ്ങനെ പത്മ കിട്ടി, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടിയെന്നുള്ളത് സത്യം പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിച്ചു. ബാക്കിയൊക്കെ ഓക്കെയാണ്, മമ്മൂട്ടിയൊക്കെ അർഹനാണ്. എൻ്റെ അകത്ത് ഉണ്ടായ ഏറ്റവും വലിയ നാണക്കേട് മമ്മൂട്ടി വലിയ ആവേശം കാണിച്ചില്ല. ശ്രദ്ധിച്ചോ? ഈ പത്മ പുരസ്കാരം കിട്ടിയതിനെ കുറിച്ച് മമ്മൂട്ടി താങ്ക്സ് പറഞ്ഞു, രാജ്യത്തിന് പുരസ്കാരത്തിന് അംഗീകാരം ഉണ്ടെന്ന് പറഞ്ഞു. മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മിനിമം സന്തോഷം പ്രകടിപ്പിച്ചല്ലാതെ മമ്മൂട്ടിക്ക് വലിയ ആഹ്ലാദം ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളിക്കൊപ്പം അതേ പുരസ്കാരം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു കുറച്ചിൽ അനുഭവപ്പെടും. ഓർമ്മയുണ്ടായിരിക്കും, പണ്ട് സുമർ അഴിക്കൊണ്ട് പത്മശ്രീ പ്രഖ്യാപിച്ചപ്പോഴേ അദ്ദേഹം ചോദിച്ചു അവരുടെ ആർക്കൊക്കെയാണ് മറ്റ് പത്മശ്രീ എന്ന് ചോദിച്ചു. വേറെ ആളുടെ പേര് താക്കാനോടെ പറയുന്നില്ല. അവർക്കൊപ്പം പത്മശ്രീ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന പത്മശ്രീ, പത്മഭൂഷൺ അത് മമ്മൂട്ടിക്ക് നാണക്കേടാന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ചിലരൊക്കെ ചോദിക്കും, ആ ചോദ്യത്തിന് ഉത്തരം പറയണം. ഞാനിത് പറഞ്ഞപ്പോൾ ഭയങ്കര ചൂട് പിടിച്ചപ്പം പതിവിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളാപ്പള്ളി സൈബർ സേന രംഗത്തിറങ്ങി അറ്റാക്ക് ചെയ്തു. ഇന്റർവ്യൂവിന്റെ ചില ഒരു ഭാഗം ഇപ്പൊ പുറത്തു പോകുന്നുണ്ട്. എനിക്ക് ഇത് പ്രശ്നമല്ല എന്ന് പറയുന്നത്. ഈ പത്മഭൂഷൺ ആർക്ക് വേണമെന്ന് ഇത് തട്ടിപ്പാണ്, ആർക്ക് കാശ് കൊടുത്താൽ സാധനമാണ്, എൻ്റെ പട്ടിക്ക് വേണം എന്നൊക്കെ പറഞ്ഞാണ് വെള്ളാപ്പള്ളി. അതവിടെ നിൽക്കട്ടെ, അത് ആ സമയത്ത് അങ്ങനെ കിട്ടത്തില്ല, ഒരിക്കലും പ്രതീക്ഷ കാണത്തില്ല, അതായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടിയപ്പോൾ മമ്മൂട്ടിക്ക്
എന്തിനു കൊടുത്തു, അയാൾ സിനിമയിൽ അഭിനയിച്ച് അയാൾക്കും കുടുംബത്തിനും വല്ല ഗുണമുള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ദയവായി പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, പത്മ പുരസ്കാരങ്ങൾ കൊടുക്കുന്നത് രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തതിൻ്റെ പേരിലല്ല. രാജ്യത്തിന് അഭിമാനമുള്ള ആളുകൾ, ആ വ്യക്തിക്ക് തന്നെയാണെങ്കിലും അഭിമാനമുള്ളവർ, അത് എല്ലാ മേഖലയിലും മനുഷ്യർ, പത്രപ്രവർത്തകനാവാം, എഴുത്തുകാരനാവാം, ശാസ്ത്രകാരനാവാം, സ്പോർട്സുകാരനാവാം, സിനിമക്കാരനാവാം, നമ്മുടെ സമൂഹത്തിൽ സാധാരണക്കാരനാവാം. പ്രേം നസീറാണ് ആദ്യമായിട്ട് മലയാളത്തിൽ സിനിമ നടന്മാർക്ക് പത്മഭൂഷൺ കിട്ടുന്നത്. തിക്കുറിശ്ശിക്ക് പത്മശ്രീയാണ് കിട്ടിയിരുന്നത്. അതിന് മുമ്പ് പ്രേം നസീറിന് പത്മഭൂഷൺ തന്നെയാണ് കിട്ടിയത്. 83 84 83 തോന്നുന്നു. അപ്പം അവർക്ക് ഈ സിനിമാഭിനയം കൊണ്ട് വ്യക്തികൾക്ക് അവർക്കാണ് നേട്ടം എന്ന് പറഞ്ഞാൽ അല്ല. അവർ സിനിമ എന്ന് പറഞ്ഞ കലയാണ്, ആ കലയിലെ തമ്പുരാന്മാരാണ് ഇവർ. അവർ നമ്മളെ സന്തോഷിപ്പിക്കുക, അവർ നമ്മളെ സന്തോഷിപ്പിക്കുന്നു, സമൂഹത്തെ ആനന്ദിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് പ്രതിഫലം ഉണ്ടാവും, അതെല്ലാ പ്രവർത്തിക്കും പ്രതിഫലം. മാത്രമല്ല ലോക സിനിമയിൽ തന്നെ ഇന്ത്യയുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് അവരെല്ലായിടത്തും. അല്ല, എല്ലാവർക്കും ഇല്ലേ? ശാസ്ത്രജ്ഞന്മാർക്ക് പ്രതിഫലമില്ലേ? MLA-മാർക്ക് പ്രതിഫലമില്ല? എല്ലാവർക്കും പ്രതിഫലമുണ്ട്. അതുകൊണ്ട് സിനിമാഭിനയത്തിലൂടെ അവർ പ്രതിഫലം കൈപ്പറ്റിയാലും അവർ ചെയ്യുന്നത് സാമൂഹിക സേവനമാണ്. ആ അർത്ഥത്തിലാണ് ഈ പുരസ്കാരം കൊടുക്കുന്നത്, എല്ലാ മനുഷ്യരും കൊടുക്കുക. അതുകൊണ്ട് മമ്മൂട്ടിയുടെ ഈ അർഹതയെ ആരും സംശയിക്കേണ്ടതില്ല. മമ്മൂട്ടിക്ക് പത്മഭൂഷണ് നല്ല വിഭൂഷൺ കൊടുത്താലും തെറ്റില്ല എന്നാണ് പറയുന്നത്. അവിടെ എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. പത്മവിഭൂഷൺ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുരസ്കാരം. ഭാരതരത്ന മാറ്റിവെക്കും, ഭാരതരത്ന ഈ ശ്രേണിയിൽ പെടുന്നതല്ല. ഭാരതരത്ന എന്ന് പറയുന്നത് അത്യപൂർവം എന്നും കൊടുക്കണ്ട, അത് വേറെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വേറെ പ്രഖ്യാപിക്കും, അത് എന്നും കൊടുക്കണ്ട. അതാണ് പരമോന്നത സിവിലിയൻ പുരസ്കാരം. അത് എല്ലാ വർഷവും കൊടുക്കണം നിർബന്ധമില്ല. അത് ഒരാൾ കൊടുക്കാൻ അർഹതയുണ്ടെങ്കിൽ മാത്രമേ. നരേന്ദ്രമോദിക്ക് ഭാരതരത്ന കൊടുക്കാം, ആ കാര്യത്തിലൊരു സംശയം വേണ്ട. കാരണം ഈ 15 കൊല്ലം ഈ രാജ്യത്തെ ഇത്രയും മഹത്തായ ലോക നിലവാരത്തിൽ നമ്മുടെ വലിയ രാജ്യം നരേന്ദ്രമോദിക്ക് ഒരു പത്മശ്രീ അത് ഈ പദവി കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹം പ്രധാനമന്ത്രി പദവി മാറുമ്പോൾ, ഇരിക്കുമ്പോൾ പറയുമ്പോൾ വിമർശനം ഉണ്ടാകുന്നതുകൊണ്ടാണ്. അങ്ങനെ അസാധാരണമായ സംഭാവനകൾ ചെയ്യുന്ന വ്യക്തി. ഇപ്പം KR നാരായണന് കൊടുത്തിട്ടുണ്ട്, എനിക്കറിയില്ല, കൊടുക്കേണ്ടത്. MGRന് കൊടുത്തിട്ടുണ്ട് ഭാരതരത്ന. പക്ഷെ അതൊക്കെ രാഷ്ട്രീയം പലപ്പോഴും കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ APJ അബ്ദുൽ കലാമിന് അദ്ദേഹത്തെ നേരത്തെ തന്നെ കൊടുത്തിരുന്നു ഭാരതരത്ന. അതായത് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ അഭിമാനമല്ലേ. അപ്പൊ അത്തരത്തിൽ കൊടുക്കുന്നതിൽ തെറ്റില്ല. അതിൽ അല്പം രാഷ്ട്രീയമുണ്ടോ. കർപ്പൂരി ഠാക്കൂറിന് കൊടുത്തു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്നു, മാത്രമല്ല പിന്നോക്കാര നേതാവായിരുന്നു. അല്ല, പക്ഷേ ഇതിനൊക്കെ രാഷ്ട്രീയം, അത് രാഷ്ട്രീയമുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് MGRന് കൊടുത്തതിന് രാഷ്ട്രീയം ഉണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയം ഒഴിവാക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ പത്മ പുരസ്കാരം കൊടുക്കുമ്പോൾ അല്പം രാഷ്ട്രീയം വരുന്നതിനോട് എതിർപ്പുള്ള ആളല്ല. പൂർണ്ണമായും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല. അല്പം രാഷ്ട്രീയമാവാം, കൃത്യമായ അജണ്ട ഉണ്ടാവും, അതിലൊരു തെറ്റുമില്ല. എന്നാൽ എൻ്റെ സങ്കടം ഇത്തവണത്തെ ഈ പുരസ്കാര പ്രഖ്യാപനത്തെ എൻ്റെ സങ്കടം ഈ പണ്ട്, അതായത് മോദി അധികാരത്തിൽ വരുന്നത് വരെ 2014 വരെ, ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഈ പുരസ്കാരത്തിന്റെ അന്തസ്സേ നഷ്ടപ്പെട്ടിരുന്നു. വെറും അവസാനമായി വെറും കച്ചവടമായി. അതായത് വലിയ മുതലാളിമാർക്കാണ് കൂടുതലും, കാരണം ബിസിനസ്സുകാർക്കും കൊടുക്കാം. ആ കെയർ ഓഫിലാണ് ഇവരെല്ലാവരും തള്ളുന്നത്. ഈ പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമ ഇറങ്ങിയതോടുകൂടി പ്രാഞ്ചി പേര് വീഴുന്ന അങ്ങനെയാണ്. മുതലാളിമാർക്കും കൊടുക്കാം, പക്ഷെ മുതലാളിമാർക്കും അവരുടെ മരുമക്കൾക്കും വരെ പത്മ പുരസ്കാരം കൊടുക്കുന്ന കാലമുണ്ടായി. അത് ഉചിതമല്ല, അത് ഉചിതമായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ എല്ലാം പിന്നിൽ വലിയ സാമ്പത്തിക ഇടയിലുണ്ടായിരുന്നു എന്നാണ് വളരെ വ്യക്തമായി അതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. മാത്രമല്ല അർഹതയില്ലാത്ത നിരവധി പേർക്ക് ക്രിമിനൽ കേസ് ഒക്കെ പേർക്ക് കൊടുത്ത് ഈ പത്മ എന്ന് പറയുന്ന പുരസ്കാരത്തിൻ്റെ അന്തസ്സ് നഷ്ടപ്പെടുത്തി. സ്വാധീനമുള്ളവർക്ക്, പണമുള്ളവർക്കൊക്കെ മാത്രം കൊടുക്കുന്ന തരത്തിൽ ഈ പുരസ്കാരം വലിയ ഒരു നാണക്കേടായി മാറിയിരുന്നു. മോദി വന്നപ്പോൾ അത് അടിമുടി മാറ്റി. ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിൽ പോലും കേരളത്തിൽ ആരും അറിയാത്ത എത്ര ഇപ്പം പത്മശ്രീ കിട്ടിയ മറ്റേ ഒരു അമ്മയുണ്ടല്ലോ പുതുകുളത്തുള്ള, നമ്മളാർക്കും കേട്ടിട്ടില്ല. 5 ഏക്കറിലാണ് അവർ വനം. എല്ലാ വർഷവും ഇത്തരത്തിൽ ഇപ്പൊ ഇവിടെ ഈ പൊന്മുടിയിലെ ഒരു അമ്മയുടെ ഒരു ആദിവാസി വിഭാഗത്തിൽ ഇങ്ങനെ സാധാരണ മനുഷ്യർക്ക്, ഈ സമൂഹത്തിൽ രാജ്യത്തിന് സേവനം ചെയ്യുന്ന സാധാരണ മനുഷ്യർക്ക് ഈ കൊടുക്കുകയും അറിയപ്പെടാത്ത മനുഷ്യർക്ക് പുരസ്കാരം കൊടുക്കുകയും ചെയ്തതിലേക്ക് ഇത് മാറിയിരുന്നു ഒരു വശത്ത്. രണ്ടാമതൊരു വശത്തെ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാ മേഖലയിലെയും പ്രശസ്തർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതേസമയം രാഷ്ട്രീയമായ പത്മയുമുണ്ട്, അത് കുറച്ചങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റും. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കേരളത്തിലെ എഴുത്തുകാരിൽ നമുക്ക് അത്ര സുപരിചിതരല്ലാത്ത, അതായത് ഒരുപാട് ഇപ്പം പി നാരായണൻ, ഇപ്പം നാരായണക്കുറുപ്പ് കവി, ഇത്തരത്തിൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം പുലർത്തുന്ന എഴുത്തുകാർക്ക് പത്മവിഭൂഷൺ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നേരത്തെ ONV സാറിനും അടൂരിനും കിട്ടിയിട്ടുണ്ട് പത്മവിഭൂഷൺ. MDക്കും
MD കിട്ടിയിട്ടുണ്ട്. MD-ക്കും അത് കിട്ടി. പോസ്റ്റ്മസ് മരണാനന്തരമാണ്. അതെ. അപ്പം ഈ പത്മവിഭൂഷൺ കൊടുക്കേണ്ടത് ONV-ക്കും MD-ക്കും അത്തരത്തിൽ ഏറ്റവും ഉയർന്ന തരത്തിൽ, അതായത് മലയാളികളുടെ സാഹിത്യം പി പരമേശ്വരന് കൊടുത്തതിൽ തെറ്റില്ല. തീർച്ചയായും പി പരമേശ്വരൻ എന്ന് പറയുന്നത് RSSന്റെ സൈദ്ധാന്തികനായിരുന്നു. അദ്ദേഹം അതേസമയം അദ്ദേഹം എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയ ഒരു അപ്പൊ മനുഷ്യനായിരുന്നു. അത്തരത്തിൽ ഉയർന്ന നിലവാരമുള്ള ആളുകൾ അത് RSSകാരോ BJP-കാരൊക്കെ കൊടുക്കുന്നതിൽ തെറ്റില്ല. ഇനി പി നാരായണക്കുറുപ്പിനും പി നാരായണനും ഒക്കെ നല്ല എഴുത്തുകാരാണ്. RSS അതേസമയം നമ്മൾ ഈ പറയുന്ന MD-യുടെയോ അല്ലെങ്കിൽ M മുകുന്ദന്റെയോ ONV-യുടെയോ ലെവലിലുള്ള എഴുത്തുകാരല്ല. അവര് സംഘപരിവാർ ലൈനിൽ പോകുന്നവരാണ്. അവർക്ക് കൊടുക്കാം, പത്മശ്രീ കൊടുക്കാം. കാരണം BJP ഭരിക്കുമ്പോൾ RSS സാഹിത്യത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നത് കുറ്റം പറയാൻ പറ്റുമോ? തീർച്ചയായും അതൊരു വലിയ കാര്യം തന്നെ. പൂർണ്ണമായും നിഷ്പക്ഷമായി കൊടുക്കണമെന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. RSS ഭരിക്കുമ്പോൾ RSSന്റെ രാഷ്ട്രീയ RSSന്റെ ആശയ പ്രചരണം നടത്തുന്നവർക്ക് പുരസ്കാരം കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ചോദ്യം ഇതാണ്, ഒരു പുരസ്കാരത്തിന് ഒരു വിലയുണ്ട്. ഭാരതരത്ന കൊടുക്കുന്നത് ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ളവർക്കായിരിക്കണം. പത്മവിഭൂഷൺ കൊടുക്കുന്നത് ആ മേഖലയിൽ അത്രയും ഉയർന്ന സേവനം സമൂഹത്തിന് ചെയ്തവർക്കായിരിക്കണം. അവർക്ക് മുൻഗണന RSSകാർ കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ പത്മവിഭൂഷൺ കൊടുക്കണമോ പത്മഭൂഷൺ അല്ലെങ്കിൽ പത്മശ്രീയിലേക്ക് മാറണമോ എന്നൊരു ചോദ്യമാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസം. ഇവിടെ പി നാരായണന് പത്മശ്രീ കൊടുക്കാൻ, ഇനി പത്മഭൂഷൺ കൊടുത്താലും പത്മവിഭൂഷൺ കൊടുക്കാൻ മാത്രമുള്ള ഒരു സാഹിത്യ ഔന്നത്യം, അതായത് RSSകാരൻ എന്ന നിലയിൽ അദ്ദേഹം അർഹതപ്പെട്ട ആളാണ്. അതല്ല, അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിൽ പോലും കോൺഗ്രസ്സുകാർ കൊടുത്തോണ്ടെന്ന് വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദം. നമുക്കതിലൊരു അതിശയം തമാശ തോന്നുന്നത് പലപ്പോഴും. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മുടെ നടൻ മധുസാറിന് അതിന് പത്മശ്രീയെ കൊടുത്തിട്ടുള്ളൂ. അതെ, സത്യത്തിൽ അദ്ദേഹത്തെ പോലെ ഇപ്പം നടൻ, സംവിധായകൻ, സ്റ്റുഡിയോ ഉടമ, മലയാള സിനിമയിൽ സിനിമയിൽ നിന്ന് കിട്ടിയ പണം മുഴുവൻ സിനിമയിൽ ഉപയോഗിച്ച ആളാണ് അദ്ദേഹം. ബഷീറിന് വല്ലതും കൊടുത്തിട്ടുണ്ടോ? പത്മശ്രീ പത്മശ്രീയേ ഉള്ളൂ. പത്മശ്രീയേ ഉള്ളൂ. അത് നമ്മൾ ഓർക്കണം. ബഷീർ കൊടുത്തിട്ടുണ്ട്. പത്മശ്രീ അത് അന്നത്തെ കാലത്ത് ഒരിക്കലും തന്നെ ഈ ഒരു കുറച്ചത്ര മോശമാകുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം ആയിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ അപ്പോൾ ഇപ്പം മറ്റേ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വിഷമിപ്പിക്കും. മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിന് പണ്ട് പത്മഭൂഷൺ കൊടുത്തിട്ടുണ്ട്. അല്ല, മന്നത്ത് പത്മനാഭൻ വേറെ ലെവലുള്ള ആളാണ്. മന്നത്തിന് കൊടുത്തില്ലെന്ന്. മന്നത്ത് പത്മനാഭൻ കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ R ശങ്കറിന് കൊടുത്തായിരുന്നെങ്കിൽ R ശങ്കർ പോലും അക്കാലത്ത് ഒരു പ്രസക്തനായ മനുഷ്യൻ. പിന്നെ അല്ലെങ്കിൽ എത്രയോ ആളുകൾ, പൽപ്പു മുതല് സി കേശവൻ മുതൽ അവർക്കൊക്കെ ആവാം. അവരൊക്കെ ഒരു പരിധിവരെ EMS നമ്പൂതിരി പത്മവിഭൂഷൺ കൊടുത്തിരുന്നു. അർഹതയുള്ള ആളാണ്. പത്മവിഭൂഷൺ അർഹതയുള്ള ആളാണ്. VS അച്യുതാനന്ദൻ പത്മവിഭൂഷൺ കൊടുത്തു, അർഹതയുള്ള ആളാണ്. അതിലൊന്നും നമുക്കൊരു തർക്കവും. പാർട്ടി അതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. കാരണം നേരത്തെ മറ്റവർക്ക് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അത് വാങ്ങിക്കാൻ സമ്മതിച്ചില്ല. അവർക്ക് പാർട്ടി കൂടെ പറഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ അവർ നിഷേധിക്കാനുള്ള സാഹചര്യം ഉണ്ടായതെന്ന് നമ്മൾ കരുതാൻ. അപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ 2-3 പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഈ പുരസ്കാരത്തിൻ്റെ അന്തസ്സില്ലാതാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ 100-ലധികം ഒറിജിനൽ ക്രിമിനൽ, ഇപ്പം നമുക്കെതിരെ എടുത്ത പോലെ കള്ളക്കേസുകളല്ല, ഒറിജിനൽ ക്രിമിനൽ കേസിലെ പ്രതിയാണ്. വെള്ളാപ്പള്ളി നടേശൻ നിയമവാഴ്ചയുള്ള ഒരു കൃത്യമായി നിയമവാഴ്ചയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ജയിലിൽ കിടക്കേണ്ട ആളാണ്. അത് VS-ന്റെ ഒരു പ്രസംഗം ഇപ്പോഴും യൂട്യൂബിൽ കാണും, നമ്മൾ കണ്ടറിയാം. വെള്ളാപ്പള്ളി VS ആണ് ഒരുപക്ഷെ വെള്ളാപ്പള്ളിക്കെതിരെ ഏറ്റവും കേസ് കൊടുത്ത ആളുകൾ നേതാക്കളുടെ ഒരാൾ. VS-നും പിന്നെ വെള്ളാപ്പള്ളിക്ക് ഒരേ സമയം പത്മ കിട്ടി എന്നുള്ളത് വളരെ ഒരു വിചിത്രമായ അവസ്ഥയെ തോന്നുന്നു. അപ്പോൾ ഈ ഒരിക്കൽ വെള്ളാപ്പള്ളി പറഞ്ഞു പോലും അങ്ങനെ എന്നെ തൂക്കി കൊന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം VS-ന്റെ മറുപടി, നടേശ മോഷണത്തിന് തൂക്കിക്കൊല്ലലല്ല ശിക്ഷ, അഴി എണ്ണലാണെന്ന് പറയുന്നത് ഇങ്ങനെ കാണിച്ചുള്ള VS-ന്റെ പ്രസംഗം. അത് ഭയങ്കരമായ അഴിമതി നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് SN ട്രസ്റ്റിന് കീഴിലുള്ള കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 2 തരത്തിൽ വരുമാനം ഉണ്ടായിരുന്നു. ഒന്ന് നിയമനത്തിൽ വരുമാനമുണ്ട്. അപ്പോൾ എയ്ഡഡ് സ്ഥാപനങ്ങളൊക്കെ നിയമനത്തിൽ ഈ പറയുന്ന കോഴ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന സംഭാവന, ഈ അഡ്മിഷന് പിള്ളേരോട് മേടിക്കുന്ന പണം, ഇത് രണ്ടും ഈ വെള്ളാപ്പള്ളി വരുന്നത് വരെ സംഭാവനയായി ഒരു നിയമിച്ചാൽ ആ നിയമിക്കുമ്പോൾ കിട്ടുന്ന പണം സംഭാവനയായി ട്രസ്റ്റിലേക്ക് ഇടുമായിരുന്നു. രസീത് കൊടുക്കുമായിരുന്നു. വെള്ളാപ്പള്ളി വന്നതിന് ശേഷം നിർത്തി ഈ പൈസ എല്ലാം പോക്കറ്റ് ഇട്ടുകൊണ്ട് പോവുകയാണ്. അതായത് SN ട്രസ്റ്റിൻ്റെ SNDP-യുടെ അവസ്ഥ ഇതാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പെന്ന് പറഞ്ഞാൽ നിസ്സാര തട്ടിപ്പല്ല. 3% പലിശയ്ക്കാണ് പിന്നോക്ക കോർപ്പറേഷൻ പൈസ എടുക്കുന്നത്. അത് പിന്നോക്ക വിഭാഗക്കാരുടെ ചെറിയ സ്വയം സഹായ സഹകരണ സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന നേരത്തെ 2% കൂട്ടിക്കൊടുക്കാം, 5% കൊടുക്കാം. ഇത് 15-16% കൊടുത്തു എന്ന് മാത്രമല്ല, ഇത് കൊടുത്തത് കൈപ്പറ്റിയത് മുഴുവൻ കടലാസ സംഘടനകളാണ്.
പലയിടങ്ങളിലും യൂണിയൻ പ്രതിനിധികൾ പ്രതികളായിരിക്കും, ഒരുപാട് സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കുകയാണ്. ഇത്തരത്തിൽ സാമ്പത്തിക അഴിമതി നടത്തിയിരിക്കുന്ന ഒരു കേസ് ജനാധിപത്യം അട്ടിമറിച്ചു. മഹേശന്റെ മരണം, മഹേശനെ ഇതിനെല്ലാം കൂടെ നിന്നിട്ട് ഒടുവിൽ ഇതെല്ലാം മഹേശൻ തലയിൽ വന്നപ്പോഴാണ് മഹേശൻ 32 പേജിലെ ഇത്രയും വലിയ കത്ത് എഴുതിയിട്ട് ആത്മഹത്യ. എന്നിട്ട് ആ കേസിൽ വെള്ളാപ്പള്ളി നടേശനെ ഒന്നും തൊടാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഇവിടെ ഇതേണ്ട ഷംജിത അകത്താണ്, പി പി ദിവ്യ അകത്താണ്, പക്ഷെ വെള്ളാപ്പള്ളി നടേശനെ തൊട്ടിട്ടില്ല. ഇത്തരത്തിൽ ഈവൻ ശാസ്ത്രാനന്ദ സ്വാമിയുടെ മരണത്തിന് പോലും ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആരോപണങ്ങൾ ഉയർന്നിരുന്നു, പക്ഷെ അതൊക്കെ എത്തത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ SNDP യൂണിയൻ്റെ മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന ഒരു KM സന്തോഷ് കുമാർ എന്നൊരു അഡ്വക്കേറ്റ് ഉണ്ട്. അദ്ദേഹം ഈ വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തനായിരുന്നു ഒരു കാലത്ത്. എല്ലാവരും വിശ്വസ്തരായിരുന്നു, അറിയാമല്ലോ. വെള്ളാപ്പള്ളി ഒരു പരിധി വരെ വിശ്വസ്തമായിരുന്നുള്ളൂ. അത് കഴിയുമ്പോൾ നാളെ എനിക്ക് ഭീഷണിയാവുമ്പോൾ സംശയം ആവും. അപ്പോൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ വെള്ളാപ്പള്ളിക്ക് വേണ്ടി അലറി വിളിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു സന്തോഷ് കുമാർ. ഒരിക്കൽ ഈ SNDP യൂണിയനുമായി ബന്ധപ്പെട്ട് ഗൾഫ് സന്ദർശനത്തിന് പോകുന്നു. അപ്പോൾ ഈ ഗൾഫ് സന്ദർശനത്തിന് പോകുമ്പോഴൊക്കെ പിരിവെടുത്തുകൊണ്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഈ സന്തോഷ് കുമാർ അവിടുന്ന് പണം ശേഖരിച്ച് ഇയാൾക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയുടെ ആരോപണം. അങ്ങനെ ആരോപണം നയിച്ചു. സന്തോഷ് കുമാർ പണം ശേഖരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വന്നിട്ട് ടൈഫോയിഡ് ആശുപത്രിയിലായി പോയി. ടൈഫോയിഡ് കഴിഞ്ഞ് ഒരു ദിവസം ഇദ്ദേഹം വിളിപ്പിച്ചു ഈ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ ചെല്ലുമ്പം ഈ വെള്ളാപ്പള്ളിയുടെ ഭാര്യ പറഞ്ഞു, ഇച്ചിരി ചൂടിലാണ്, എങ്കിലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, കാത്തിരുന്നിട്ട് വരാൻ പറഞ്ഞു. ഇദ്ദേഹം അങ്ങോട്ട് കയറി ചെല്ലുന്നു. വെള്ളാപ്പള്ളി ഒരു മേശയിലിരിക്കുകയാണ്. ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് എൻ്റെ കാശ് എന്ത് ചെയ്യാൻ ചോദിച്ചു. പറഞ്ഞില്ല, ഞാൻ കാശൊന്നും മേടിച്ചിട്ടില്ല എന്ന്. അവിടെ ഇരുന്ന് ഇങ്ങോട്ട് അടുത്ത് നിൽക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് ഇയാൾ 2 കാലും ഉയർത്തി ഒറ്റ ചവിട്ടിന് സന്തോഷ് കുമാറിന്റെ താഴെ ചവിട്ടുന്നത്. 2 കാല് വീഴ്ത്തി, കാല് പൊക്കിട്ട് ചവിട്ടി വീഴ്ത്തി. ഞാൻ ചോദിച്ചു, ഒറ്റ അടിച്ചു കൊടുക്കത്തില്ലായിരുന്നു ചോദിച്ചു. തോക്കും ചൂണ്ടി മറ്റേ ഇസർക്കാരൻ നിൽക്കുമല്ലേ. ഇന്നലെ വീട്ടില് മറ്റേ റിപ്പബ്ലിക് ഡേക്ക് പതാക ഉയർത്തുന്ന ചിത്രം വന്നിട്ടുണ്ട്. പച്ചത്തെറിയാ പറയുന്നത്, പച്ചത്തെറി മാത്രമേ പറയൂ. മര്യാദകൾ ഇങ്ങനെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ എല്ലാ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ചെയ്യാൻ താല്പര്യമുള്ള ഒരു സമുദായത്തെ മുഴുവൻ വഞ്ചിച്ച് ആ സമുദായത്തെ ഊറ്റി കുടിക്കുന്ന ഈ ചതയ ദിനത്തിൽ മഞ്ഞ ഷർട്ട് വിട്ട് ആളുകൾ ചതയ ഘോഷയാത്രയ്ക്ക് പോലും അതിൽ പോലും കമ്മീഷൻ കൈപ്പറ്റും. അവിടെ നിന്ന് അയച്ചു കൊടുക്കും ബനിയൻ. ഈ ബനിയനും അത് ധരിക്കാൻ അയച്ചു കൊടുക്കും. അതിന് പോലും കമ്മീഷൻ കൈപ്പറ്റിയാണ് ഇവരുടെ കച്ചവടം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ അഴിമതി നടത്തി പ്രസ്ഥാനത്തെ SNDP യോഗം ജപ്തിയിലാണ്. കൊല്ലത്തെ SNDP യോഗം കെട്ടിടം ജപ്തിയിലാണ്. കൊല്ലത്തെ മറ്റേ സങ്കേസ് ഹോസ്പിറ്റലില്ല, എല്ലാം നശിപ്പിച്ചു. ശ്രീനാരായണ ഗുരുദേവനെ ഇതുപോലെ വിൽപ്പന ചരക്കാക്കി അധിക്ഷേപിച്ചു. ആകപ്പാടെ ഈഴവ ശബ്ദം അദ്ദേഹം ഉയർത്തിക്കെടുപ്പിച്ചു. ഈഴവൻ അല്ലെങ്കിൽ SNDP എന്ന് പറയുന്ന ശബ്ദം ഉയർത്തിക്കെടുപ്പിച്ച ബാക്കി ഈ അദ്ദേഹത്തിൻ്റെ വർഗീയ പ്രഭാഷണമൊക്കെയാണ് ചർച്ചയാവുന്നത്. അതൊക്കെ വിട്ടുകളാണ്. എല്ലാ അർത്ഥത്തിലും ഈ ഗുരുദേവന് അപമാനമായ, സമുദായത്തിന് അപമാനമായ, ഗുരുദേവൻ പ്രായോഗിക ബുദ്ധിയുള്ള ആളായിരുന്നു, ദീർഘവർഷമുള്ള ആളായതുകൊണ്ട് ശിവഗിരി മഠത്തിന് സെപ്പറേറ്റ് എൻറ്റിറ്റി ആക്കി അന്ന് വെച്ചത് കാര്യം. അല്ലെങ്കിൽ എന്തായാലും സ്ഥിതി എത്ര ലക്ഷക്കണക്കിന് കോടി ആസ്തിയല്ലേ ഇത്. ശിവഗിരി മഠം ആ രീതിയിൽ പോകുന്നത് കൊണ്ട് മാത്രം. അതെ, ഇന്നും ഗുരുദേവന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ശിവഗിരി മഠം മാത്രമാണ്. ഗുരുദേവൻ പഠിപ്പിച്ച കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തുന്നത് അതുകൊണ്ട്. ഇതിപ്പോൾ ഒരു സമുദായത്തെ ഒരു വോട്ട് ബാങ്കാക്കി മാറ്റി കച്ചവടം നടത്തുക എന്നതിന് അപ്പുറത്തേക്ക് ഈ ഗുരുദേവന്റെ ഒന്നുമില്ലാതാക്കി കളഞ്ഞില്ലേ മനുഷ്യൻ. അപ്പൊ അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾക്ക് വോട്ട് പത്മഭൂഷൺ കൊടുത്ത് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, എന്തിനാണ് കൊടുത്തത്? അവിടെയാണ് ഈ CPM BJP അന്തർധാരയെക്കുറിച്ചുള്ള ചർച്ച സംശയിക്കേണ്ടിരിക്കുന്നത് അവിടെ തന്നെയാണ്. കാരണം ഇത് എന്തർത്ഥത്തിൽ എന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കുക? അതല്ല, കോൺട്രിബ്യൂഷൻ നിൽക്കട്ടെ. വെള്ളാപ്പള്ളി നടേശൻ ആർക്ക് വേണ്ടി നില കൊടുക്കുന്നത്? CPM-ന് വേണ്ടി, BJP-ക്ക് വേണ്ടി പോലുമല്ല. അപ്പോൾ CPM-ന് വോട്ടുണ്ടാക്കി കൊടുക്കാൻ മെനക്കൊട്ടുകൊണ്ടിരിക്കുന്ന, അതും BJP-ക്ക് കിട്ടുന്ന വോട്ട് മകൻ BJP-യുടെ നേതാവാണ്, അല്ലെങ്കിൽ NDA നേതാവാണ്. ആ SNDP സമുദായത്തിലെ വോട്ട് BJP-ക്ക് പോവാതെ അത് അവിടെ നിന്ന് CPM-ലേക്ക് തൂത്തുവാരി കൊടുക്കാനായിട്ട് കൊട്ടേഷൻ എടുത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പത്മഭൂഷൺ കൊടുത്ത് ആദരിക്കണമെങ്കിൽ ഇത് BJP നമുക്ക് തെറ്റു പറയാൻ പറ്റും. അപ്പം വളരെ ഒരു കാര്യം പറയാം, ഈ വെള്ളാപ്പള്ളി നടേശൻ കൊടുത്ത ഈ പുരസ്കാരത്തോടെ ഈ പുരസ്കാരത്തിൻ്റെ അന്തസ്സ് പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് പറയേണ്ടി വരും.
അതെ. അതും മോദി വരുന്നതിന് മുൻപുണ്ടായിരുന്ന രീതിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അതല്ല, വി എസ് അച്യുതാനന്ദനൊപ്പമാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷണാണെങ്കിൽ പോലും പത്മപുരസ്കാരം പ്രഖ്യാപിച്ചതിനൊപ്പമാണെന്ന് നമ്മൾ ചിന്തിക്കണം. അല്ല, ഇപ്പോഴും ആ ഒരു വിവേകം ഉണ്ടല്ലോ, അതായത് അതെ. VS കൊടുക്കാനും അതെ, അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് കൊടുക്കാനും ഒക്കെ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അതെ, പഴയ കാലത്ത് അതുണ്ടായിരുന്നില്ല, ഒരിക്കലുമില്ല. അത് വെറും ആയിരുന്നു. ആ കാര്യത്തിൽ പ്രതീക്ഷ ഉള്ളപ്പോഴും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഇത്തരം പുരസ്കാരങ്ങൾ കൊടുക്കുന്നതിനെ പോലും യോജിക്കുമ്പോഴും വെള്ളാപ്പള്ളിക്ക് കൊടുത്താൽ എന്ത് കിട്ടും, BJPക്ക് എന്ത് നേട്ടമുണ്ടാവും എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വളരെ വളരെ ബാലിഷ്യവും വളരെ സങ്കടകരവും വളരെ നിരാശാജനകവുമായ നമുക്ക് ഈ പത്മ പുരസ്കാരത്തോടുള്ള ബഹുമാനം വീണ്ടും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, ഇടയ്ക്ക് നഷ്ടപ്പെടുന്ന വീണ്ടെടുത്തതാണ് BJP, വീണ്ടെടുത്തതാണ്. അത് വീണ്ടും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എങ്കിലും ഇതിൻ്റെയൊക്കെ ഗുണമുണ്ടാകുമെന്ന് കരുതുന്ന രാഷ്ട്രീയ തന്ത്രം ആരെങ്കിലും മോദിയെയും കേന്ദ്രത്തെ ഉപദേശിച്ചിട്ടുണ്ടാവുമല്ലോ. ഉറപ്പാണ്. വെള്ളാപ്പള്ളിക്ക് പുരസ്കാരം കൊടുത്താൽ ഫൈനൽ തീരുമാനിക്കുന്നതിന് മുമ്പേ അത് നോക്കുമല്ലോ. വെള്ളാപ്പള്ളി ചിന്തിക്കുന്നതിനെതിരാണ് ഈഴവ സമുദായം ചിന്തിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത ആരോ ആണ് മോദി ഉപദേശിച്ചതെന്നതിൽ ഖേദമുണ്ട്. എന്തായാലും പത്മയുടെ അന്തസ്സ് നഷ്ടപ്പെടുത്തിയ ഈ സാഹചര്യത്തിലുള്ള ഒരു പ്രതിഷേധം മോദിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് എന്നുള്ളൊരു വേദന പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.